ഇന്ന് നമുക്ക് പൊരി വെച്ചുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ഒരു ചെമ്പ് വെക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഓയിലാണ് ഒഴിക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുകിടുക. കടുകിട്ട് 2 പച്ചമുളകും 2 വലിയ ഉള്ളി അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഉള്ളി നന്നായിട്ട് വഴറ്റി വരണം. അങ്ങനെ നന്നായിട്ട് വെന്ത് വരുമ്പം നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കോളിഫ്ലവർ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ അരിഞ്ഞത് കുറച്ച് മതി, ഇട്ട് കൊടുക്കുക. ശേഷം എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഇളക്കുന്നത് വിട്ടു പോകരുത്. നന്നായിട്ട് ഇളക്കി അത് വേവിക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ക്യാരറ്റ് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതവിടെ കിടന്ന് വേവിക്കുക. ശേഷം ഒരു ക്യാപ്സിക്കം അല്ലെങ്കിൽ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി. ഫ്ലേവർ കൂടുതൽ വേണ്ടവർ കൂടുതൽ ഇഞ്ചി കുറച്ച് മതി, അതാണ് നല്ലത്. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഇളക്കൽ ഒരു മസ്റ്റുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ടത് വേവിക്കണം. അതങ്ങനെ വേകണം. പിന്നെ ചെറുതായിട്ടൊന്ന് കടിക്കണം. ചെറുതായിട്ട് കടിച്ചാൽ മതി. നമ്മൾ ഈ ഫ്രൈഡ് റൈസിലുള്ള കഷ്ണങ്ങളുണ്ടാവില്ലേ, അതുപോലെ. അങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പൊരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പം തന്നെ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും എല്ലാം കൂട്ടി ഒന്നിച്ച് മിക്സാക്കി ഇളക്കുക. ഇളക്കി അങ്ങനെ നമ്മുടെ പൊരി ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. അപ്പം ബൈ പറയുന്നതിന് മുമ്പ് നമുക്കിതൊരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് എങ്ങനെയുണ്ട് നോക്കണ്ടേ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എൻ്റെ ഉപ്പയാണ് കേട്ടോ. ഉപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ.